സർക്കാർ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ ചർച്ചകളിലേക്കാണ് UDF കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിസഭാ രൂപീകരണം എന്നതാണ്. മന്ത്രിമാർ ആരൊക്കെയായിരിക്കണം എന്ന ചർച്ചകളിലേക്ക് ഘടകകക്ഷികളും കോൺഗ്രസും അടക്കമുള്ളവർ പോയിരിക്കുന്നു. അതിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്തവണ മന്ത്രി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും 5 പേർക്കാണ് മന്ത്രിസ്ഥാനത്തിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കോൺഗ്രസിനകത്ത് നിന്നും കോഴിക്കോട് നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളുടെ പേര് കെ ജയന്താണ്. കെ ജയന്ത് കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ്. നിയുക്ത MLA ആയിട്ടുള്ള കെ ജയന്ത് VM സുധീരന്റെ കമ്മിറ്റിയിൽ KPCC സെക്രട്ടറി ആയിരുന്നു. പിന്നീട് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായപ്പോഴും കെ സുധാകരൻ KPCC അധ്യക്ഷനായപ്പോഴും KPCC ജനറൽ സെക്രട്ടറി ചുമതല അദ്ദേഹം വഹിച്ചു. കെ സുധാകരൻ അധ്യക്ഷനായ കമ്മിറ്റിയിൽ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് കെ ജയന്ത്. മാത്രമല്ല, മലബാറിൽ നിന്നും ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ഒരു തീരുമാനം വന്നാൽ ഉറപ്പായും മന്ത്രിയാകുന്ന ഒരാൾ കെ ജയന്തായിരിക്കും എന്നുള്ള സൂചനകളാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് നിന്നുള്ള വിജയങ്ങളുടെ ശില്പി എന്ന നിലയിൽ ഇത്തവണ കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാർട്ടി അത്തരത്തിലുള്ള ആലോചനകളും നടത്തി വരുന്നുണ്ട്. കോഴിക്കോട് DCCക്ക് സ്വന്തമായി ആസ്ഥാനം പണിതു. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിന് കീഴിൽ സാധിച്ചു. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവർത്തിച്ചത് 13-ൽ 13 സീറ്റ് എന്ന ലക്ഷ്യമായിരുന്നു. അതിൽ 12 സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, 1/4 നൂറ്റാണ്ടിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസ് MLA എന്നതിനപ്പുറം മത്സരിച്ച കോൺഗ്രസുകാർ മുഴുവൻ MLA ആവുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം പ്രവീൺകുമാറിന്റെ നേതൃമികവിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് പാർട്ടി അണികൾ. അതുകൊണ്ട് തന്നെ K പ്രവീൺകുമാർ മന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കോൺഗ്രസിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരാളുടെ പേര് വിദ്യാ ബാലകൃഷ്ണൻ എന്നാണ്. എലത്തൂർ എന്ന ഇടതിന്റെ ഉരുക്കുകോട്ടയിൽ നിന്നും മുൻ മന്ത്രി AK ശശീന്ദ്രനെ അട്ടിമറിച്ച് വിജയിച്ചു വന്ന പിടിക്ക് 2 തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലറായാണ് വിദ്യാ ബാലകൃഷ്ണൻ പൊതുരംഗത്തേക്ക് സജീവമായി വരുന്നത്. അതിനു മുൻപ് KSU പ്രവർത്തകയായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ എന്ന രീതിയിൽ മികവ് തെളിയിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വരെയായി വിദ്യാ ബാലകൃഷ്ണൻ. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് പലതാണ്. ഒന്ന്, മലബാറിൽ നിന്നുള്ള ഈഴവ പ്രാതിനിധ്യം വിദ്യാ ബാലകൃഷ്ണനിലൂടെ ഉറപ്പാക്കാൻ കഴിയും. മറ്റൊന്ന്, യുവമുഖമാണ് എന്നുള്ളതാണ് വിദ്യാ ബാലകൃഷ്ണന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി കണക്കാക്കപ്പെടുന്ന മറ്റൊന്ന്. കൂടാതെ സ്ത്രീയുമാണ്. അങ്ങനെ വനിതാ പ്രാതിനിധ്യവും യുവ പ്രാതിനിധ്യവും മലബാറിൽ നിന്നുള്ള ഈഴവ പ്രാതിനിധ്യവും ഒരുപോലെ ഉറപ്പാക്കാൻ വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിയാക്കുന്നതിലൂടെ കഴിയുമെന്നാണ് അണികൾ പറയുന്നത്. വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിയാക്കുന്ന സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെ വിശ്വസ്ത എന്നതുകൂടി വിദ്യാ ബാലകൃഷ്ണന് അനുകൂല ഘടകമായി തീരുന്ന കാര്യമാണ്. കോൺഗ്രസിന് അപ്പുറത്ത് നിന്ന് UDFൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റു 2 പേരുകൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനകത്ത് നിന്നാണ്. അതിൽ പാറക്കൽ അബ്ദുള്ളയാണ് ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിയായി വരാനുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പാറക്കൽ അബ്ദുള്ള 2ാമത്തെ തവണയാണ് MLA ആയി കുറ്റ്യാടിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ നേരിയ മാർജിനിൽ പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹം 5 വർഷവും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ സജീവമായിരുന്നു. ആ സജീവതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇത്തവണ പാറക്കലിന്റെ മികച്ച വിജയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം കുറ്റ്യാടിയിൽ നിന്നുൾപ്പെടെ ഉയർന്നു കഴിഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടങ്ങുന്ന ലീഗ് നേതൃത്വം അക്കാര്യം പരിഗണിക്കുന്നുമുണ്ട്. നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് KMCCയുടെ നേതാവായിരുന്ന പാറക്കൽ അബ്ദുള്ള. പാറക്കൽ അബ്ദുള്ളയേക്കാൾ സീനിയോറിറ്റിയുള്ള മറ്റൊരാൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള MA റസാഖ് മാസ്റ്ററാണ്. സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ MA റസാഖ് മാസ്റ്ററെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ 5ാം മന്ത്രി എന്ന സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് പരിഗണിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 വ്യക്തികളിൽ ഒരാൾ MA റസാഖ് മാസ്റ്റർ കൂടിയാണ്. പാറക്കലിന് പകരം ഒരുപക്ഷെ MA റസാഖ് മാസ്റ്റർ മന്ത്രിയായി വന്നാലും അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല CH സെന്റർ പോലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള പൊതുപ്രവർത്തകൻ കൂടിയാണ് MA റസാഖ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുഖമുള്ള വ്യക്തിയെ മന്ത്രിയാക്കുന്നതിൽ ലീഗ് നേതൃത്വത്തിനും താല്പര്യമുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ചർച്ചകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് മറ്റൊരു മന്ത്രിസ്ഥാനം ഉറപ്പാക്കാവുന്ന ഒരു മുന്നണി ഉണ്ടായിരുന്നത് RMPI ആണ്. അവർ UDFന്റെ അസോസിയേറ്റ് അംഗമാണ്. UDFന്റെ ഘടകകക്ഷിയല്ല. KK രമയോ RMPയോ ഒന്ന് സമ്മതം മൂളിയാൽ 2.5 വർഷത്തേക്കെങ്കിലും അവരെ മന്ത്രിയാക്കാൻ UDF നേതൃത്വം തയ്യാറാണ് താനും. എന്നാൽ RMP UDFന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന അസോസിയേറ്റ് അംഗമായി തുടരാൻ തന്നെയാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് RMP താല്പര്യപ്പെട്ടിട്ടില്ല. എന്നാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് KK രമയെ കൊണ്ടുവരും എന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങൾ പൂർണ്ണമായും കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇതിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത ഉണ്ടാകും എന്നും അറിയുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ KK രമ ഒഴിച്ചു നിർത്തിയാൽ 5 പേർക്കാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള MLA-മാരിൽ UDF MLA-മാരിൽ മന്ത്രി സാധ്യത കാണുന്നത്. ഇതിൽ ആരൊക്കെ മന്ത്രിയായി വരുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി അതല്ല, കോഴിക്കോടിന് മിന്നും വിജയം നേടിയിട്ടും ഇത്തവണ മന്ത്രി ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയും കോഴിക്കോട് ജില്ലയിലെ UDF പ്രവർത്തകരെയും സാധാരണ ജനങ്ങളെയും സംബന്ധിച്ച് ഉണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.